IT ഹബ്ബായ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പുലർച്ചെ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ ബലാത്സംഗം ചെയ്ത വാർത്ത അങ്ങേയറ്റം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. നഗരമേഖലയിലുണ്ടായ ഈ സംഭവം വലിയ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അക്രമിയെ തിരിച്ചറിയാൻ യുവതിക്ക് കഴിയാതിരുന്നത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായി. ഒടുവിൽ പ്രതിയെ കണ്ടെത്തിയതോടെ പോലീസിന് ആശ്വാസം. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ മധുരയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. പ്രതിയുമായി പോലീസ് ഉടൻ തെളിവെടുപ്പ് നടത്തും. പ്രതി എത്തിയത് മോഷണത്തിനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുൻപ് ഇയാൾ സമീപത്തുള്ള 2 വീടുകളിൽ മോഷണം നടത്താൻ കയറിയതിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് S. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, തുടക്കത്തിൽ ഉണ്ടായ വലിയൊരു ആശങ്ക ഇതായിരുന്നു. അതായത് ഒരു IT ഹബ്ബായിട്ടുള്ള കഴക്കൂട്ടത്ത് പോലും, അത് രാത്രി സമയങ്ങളിലും പുലർച്ചെ പോലും പെൺകുട്ടികൾക്കും യുവതികൾക്കും ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥ എന്ന രീതിയിൽ വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത്. എന്നാൽ ഇത് മോഷണത്തിനായിട്ടാണ് ഇയാൾ, ഈ ലോറി ഡ്രൈവറായിട്ടുള്ള തമിഴ്നാട് സ്വദേശി, ഹോസ്റ്റലിൽ കയറിയതെന്ന കാര്യം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമമായിരുന്നില്ല പ്രതിയുടെ ലക്ഷ്യമെന്ന്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? പ്രതിയുടെ പേരും മറ്റു വിവരങ്ങളും ഇന്നലെ പുറത്തുവിട്ടിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? പ്രതിയെ പോലീസ്, ഈ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും ടോം, കഴക്കൂട്ടം പോലെ ഒരു IT ഹബ്ബിൽ ഇത്തരത്തിലൊരു സംഭവം വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. കാരണം എല്ലാ സമയത്തും കഴക്കൂട്ടമെല്ലാം 24 മണിക്കൂറും എപ്പോഴും ഉണർന്നിരിക്കുന്നൊരു നഗരമാണ്. അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഹോസ്റ്റൽ മുറിയിൽ അകത്തേക്ക് കയറിയിട്ടുള്ള ഇത്തരത്തിലൊരു അതിക്രമം അത് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അതിനുശേഷം പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ, അതായത് വെള്ളിയാഴ്ച പുലർച്ചെ സംഭവം നടക്കുന്നു. ഒരു ദിവസം കൊണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രതിയിലേക്കുന്നു. കാരണം വളരെ കുറഞ്ഞ തെളിവുകൾ മാത്രം. കാരണം ഈ ഒരു ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഇത്തരത്തിലുള്ള ഒരു തെളിവുകളോ മറ്റേ CCTV സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത്തരത്തിലുള്ള ഒരു നഗരത്തിലെ CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി ബെഞ്ചമിൻ എന്നാണ് പ്രതിയുടെ പേര്. 35 വയസ്സുള്ള ബെഞ്ചമിൻ ഇത്തരത്തിലുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ മുൻപും പ്രതിയായിട്ടുണ്ട്. അതായത് നഗരങ്ങളിലും മറ്റും ഉറങ്ങിക്കിടക്കുന്ന യുവതികളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള സമാനമായ പല കേസുകളുമുണ്ട്. ഇത്തരത്തിലൊരു മോഷണ ശ്രമത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഹോസ്റ്റലിനോട് ചേർന്നിട്ടുള്ള മറ്റ് വീടുകളിലെല്ലാം ഇയാൾ കയറിയത്. അതുമായി ബന്ധപ്പെടുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്നും ഹെഡ്ഫോണും മറ്റും മോഷ്ടിച്ചെടുത്തിരുന്നു. പിന്നീട് CCTVയിൽ മുഖം പതിയാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്നും മോഷ്ടിച്ചെടുത്ത കൊട ഉപയോഗിച്ചിരുന്നു എന്നും പോലീസ് പറയുന്നു. ഈ ഹോസ്റ്റൽ മുറിയിലും ഇത്തരത്തിൽ ഈ ഒരു മോഷണ ശ്രമത്തിന് വേണ്ടിയിട്ടാണ് തന്നെയാണ് കയറിയത്. പിന്നീട് ഈ യുവതി അവിടെ കാണുകയും തുടർന്ന് പീഡന ശ്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് യുവതി ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇയാൾ ഇവിടുന്ന് കടന്നു കളഞ്ഞത്. പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു പ്രതിയിലേക്ക് എത്തിയെങ്കിലും ഇത്തരം IT ഹബ്ബായ ഈ ഒരു ഇത്രയും പ്രാധാന്യമേറിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹോസ്റ്റൽ മുറിയിലേക്ക് കടന്നു ചെന്ന് ഇങ്ങനെ ആക്രമണം നടത്തുക എന്നൊരു വലിയൊരു സംഭവം, അതായത് ഇത്തരത്തിലൊരു ഭീതി ഉണർത്തുന്ന സംഭവം പോലീസിനെ കൂടുതൽ ജാഗരൂകരാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം കഴക്കൂട്ടം മേഖലയിൽ പിങ്ക് പോലീസിൻ്റെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV സ്ഥാപിക്കണം, ഒപ്പം അതേപോലെ തന്നെ സെക്യൂരിറ്റിമാരെ നിയമിക്കണം എന്നൊക്കെ പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേട്ടോ. യെസ്, തീർച്ചയായും. കാരണം എന്തായാലും ഇത് പോലീസിനെ സംബന്ധിച്ച് പോലീസ് അതിവിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം ഈ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഈ പെൺകുട്ടിക്കും ഇയാളെ തിരിച്ചറിയാൻ കഴിയാത്തത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു. ഇതെങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് സാരംഗ്? കാരണം നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. എന്തെങ്കിലും സൂചനകൾ ഇയാളുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരുന്നു? നേരത്തെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് ഇയാൾ ഈ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നൊരു സ്വഭാവമുള്ള വ്യക്തിയാണ്. ഏതെങ്കിലും കേസുകൾ കേരളത്തിൽ ഇയാൾക്കെതിരെ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ടോം, കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേസുകൾ രജിസ്റ്റർ ചെയ്തതായ വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു നഗരങ്ങളിൽ, അതായത് കഴക്കൂട്ടം മേഖലയിലെ സിറ്റിയിലടക്കമുള്ള വിവിധ CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. എങ്ങനെയാണ് ഈ ഒരു പ്രതിയിലേക്ക് എത്തിയത് എന്ന അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസ് തുടക്കഘട്ടമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിട്ടിരുന്നില്ല. കാരണം ഇതൊരു അത്തരത്തിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ, പ്രതിയുടെ മുഖം പോലും ഇപ്പോഴും, അതായത് ഇപ്പോൾ തിരിച്ചറിയൽ നടപടികൾക്ക് ശേഷം മാത്രമേ അത്
മാധ്യമങ്ങൾക്കടക്കം മുൻപ് ഇത്തരത്തിലുള്ള ഫോട്ടോ പങ്കുവയ്ക്കുകയുള്ളതെന്നാണ് പോലീസ് പറഞ്ഞത്. അതായത് വളരെ സൂക്ഷ്മമായ രഹസ്യമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിച്ചത് CCTV ആണ്. ഈ ലോറി ഡ്രൈവറാണെന്ന് മനസ്സിലാക്കിയതടക്കം ഈ ഒരു CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ വഴിയാണ്. തുടർന്ന് ഇത്തരത്തിൽ ലോറി ഡ്രൈവറാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്യുകയും തുടർന്ന് സമാന ഈ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റും നടത്തിയ അന്വേഷണമാണ് വളരെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത്. മറ്റ് ഘടകങ്ങൾ ഇതിൽ എത്രത്തോളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ കുറവാണ്. കാരണം ഇതൊരു ഇത്തരത്തിലൊരു സെൻസിറ്റീവായ ഒരു കേസായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോലെയുള്ള ഒരു IT ഹബ്ബിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുക എന്നത് പോലീസിനടക്കം ഒരു മാനക്കേടാണ്. അതുകൊണ്ടാണ് പോലീസ് വളരെ ക്രിയാത്മകമായി ഇതിൽ ഇടപെടൽ നടത്തിയത്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു അന്വേഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മറ്റ് തെളിവുകൾ ശേഖരിക്കാനും പ്രതിയിലേക്ക് എത്താനും സാധിച്ചു. മാത്രമല്ല ഈ പ്രതിയെ ഈ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ശാസ്ത്രീയ പരിശോധനകൾക്കടക്കം വേണ്ടി പോലീസ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ അടുത്ത ദിവസം ഈ ജയിലിൽ നിന്നും അപേക്ഷ നൽകി കഴക്കൂട്ടം പോലീസ് അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തും മറ്റും പരിശോധനകളും തെളിവെടുപ്പും നടത്തും. തുടർന്നായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CCTV മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാവണമെന്നില്ല. മറ്റ് സമീപത്തുള്ള 2 വീടുകളിൽ ഇയാൾ കവർച്ചയ്ക്ക് എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വീടുകളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരുന്നോ? ആ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? മാത്രമല്ല ഒരു കാര്യം കൂടി അറിയേണ്ടത്, ഈ പ്രതി ഈ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് കവർച്ച മാത്രം ലക്ഷ്യമിട്ടായിരുന്നോ? കാരണം ലോറി ഡ്രൈവറാണ്, ഏത് ഓട്ടം വിളിച്ചു എത്തുന്നു, അത് തിരിച്ചു പോകുമ്പോൾ മോഷണം നടത്തുക, അങ്ങനെ ഒരു രീതിയാണോ? അതോ മോഷണം മാത്രം ലക്ഷ്യമിട്ട് ഇവിടെ എത്തുക, ഇതായിരുന്നോ ഇയാളുടെ രീതി? ടോം, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കഴക്കൂട്ടം മേഖലയിൽ ഇതിന് മുൻപും എത്തിയിട്ടുണ്ടാകണമെന്നാണ്. കാരണം ഈ ഒരു പ്രദേശത്തെപ്പറ്റി കൃത്യമായി ധാരണയുള്ള ഒരാളാണ്. കാരണം കൃത്യമായി ഒരു മോഷണം നടത്തുന്നത്. കാരണം 24 മണിക്കൂർ ആളനക്കമുള്ളൊരു മേഖലയാണ് കഴക്കൂട്ടം. ഏതൊരു സമയത്തും IT ഹബ് ആയതുകൊണ്ട് തന്നെ പലരും നഗരമേഖലയിൽ ഈ ഒരു സാന്നിധ്യം, ആൾക്കാരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു മേഖലയെ പറ്റി കൃത്യമായ ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. ഇതിന് മുൻപും അയാൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോറി ഡ്രൈവറാണ്, ഒപ്പം തന്നെ ചരക്കിറക്കാനടക്കം ഇയാൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുൻപും കഴക്കൂട്ടം മേഖലയിൽ ഇയാൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു കൃത്യമായൊരു ഗൂഢാലോചന നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു ലോറി ഡ്രൈവർ എന്നതിലുപരി ഇങ്ങനെ ഈ ഒരു യാത്രക്കിടയിൽ നഗരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, അതായത് തെരുവോരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ അടക്കം ഉപദ്രവിക്കുന്ന, യുവതികളടക്കം ആക്രമിക്കുന്ന ഒരു രീതി, ഒരു സ്വഭാവം, ക്രിമിനൽ സ്വഭാവം ഇയാൾക്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു മോഷണ ശ്രമം, അതായത് പല വീടുകളിൽ കയറി കൃത്യമായി ഒന്നും ലഭിച്ചില്ല, അടഞ്ഞു കിടക്കുക, അതായത് ലോക്ക് ചെയ്യാത്ത ഒരു ഹോസ്റ്റൽ മുറി കണ്ടപ്പോൾ അവിടെ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ കവരാമെന്ന് അകത്തേക്ക് കയറുന്നു. തുടർന്നാണ് ഈ യുവതിയെ ഉപദ്രവിക്കുന്നത്. അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് എത്തുന്നത്. അതായത് മറ്റു വീടുകളിൽ നിന്നും കുടയുൾപ്പെടെയുള്ള, അതായത് വളരെ വലിയ സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഹെഡ്ഫോണും മറ്റുമാണ് കവർന്നത് എന്നാണ് പറയുന്നത്. അതിൽ നിലവിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിക്കുകയാണെങ്കിൽ അതിൽ ആ കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് അതിലടക്കം അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ പോലീസ് പിടികൂടിയത്. പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മോഷണത്തിന് വേണ്ടിയാണ് ഇയാൾ ഹോസ്റ്റലിലെത്തിയത് എന്ന വിവരങ്ങളാണ് ഈ പ്രതിയിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഈ സംഭവം നടന്ന ഹോസ്റ്റലിന് തൊട്ട് സമീപത്തായി 2 വീടുകളിൽ ഇയാൾ കവർച്ചാശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത്. കാരണം ഈ പ്രതിയെ തിരിച്ചറിയാൻ, അക്രമിയെ തിരിച്ചറിയാൻ യുവതിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു അന്വേഷണം വളരെയധികം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്.